നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ജ്യോതിഷ പണ്ഡിതരെല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന മഹാവ്യാഴമാറ്റം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 2 കൃത്യം 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. ഈ വ്യാഴമാറ്റത്തെ മഹാവ്യാഴമാറ്റം എന്നാണ് വിളിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ചില നാളുകാരുടെ ജീവിതത്തിൽ വലിയ ചില മഹാമാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വ്യാഴമാറ്റമാണ് ഈ മഹാവ്യാഴമാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ കേരളീയ ജ്യോതിഷ പ്രകാരം ഈ മഹാവ്യാഴമാറ്റത്തെ നോക്കി കാണുമ്പം 9 നാളുകാർക്ക് അല്ലെങ്കിൽ 9 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും തീരാൻ പോവുക കേട്ടോ. 12 വർഷത്തിന് ശേഷമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സൗഭാഗ്യം വന്നു വീഴാൻ പോകുന്നത്. ജീവിതത്തിലെ കണ്ണീരും ദുഃഖവും ദുരിതവും കഷ്ടകാലവും അവസാനിക്കാൻ പോവുക ഈ 9 നാളുകാർക്ക്. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായിട്ട് ഏതാണ്ട് 10-12 വർഷമായിട്ട് ഈ നാളുകാര് വല്ലാതെ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 9 നാളുകളിൽ നിങ്ങളോ മക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തലവര തെറിയാൻ പോവുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നടന്നു കിട്ടാൻ പോകുന്ന സൗഭാഗ്യ സമയം ഉദിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ആ 9 നാളുകളെയും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ നാളുകാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കൂ. നിങ്ങളുടെ വീടിൻ്റെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യങ്ങൾ വന്നെത്താൻ പോവുകയാണ്. ഈ ജൂൺ 2 കഴിഞ്ഞോളട്ടെ, ജീവിതം രക്ഷപ്പെടും, ആ വീട് രക്ഷപ്പെടും എന്ന് സാരം. ദീർഘിപ്പിക്കുന്നില്ല, നാളുകൾ ഒന്നൊന്നായിട്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മകം നക്ഷത്രക്കാരനോ ഒരു മകം നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ 7 ഭാഗ്യങ്ങളാകട്ടോ വരാൻ പോകുന്നത്. 7 ഭാഗ്യങ്ങൾ ഈശ്വരനായിട്ട് വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോവുക. 1 വിദ്യാവിജയം അല്ലെങ്കിൽ ജ്ഞാനം. 2 ഭാഗ്യാനുഭവം, ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ കടാക്ഷിക്കുക. 3 സാമ്പത്തിക അഭിവൃദ്ധി അഥവാ സമ്പത്തിന്റെ യോഗം. 4 ഉയർച്ച. ഉയർച്ച എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല കീറാമുട്ടിയുമായിട്ട് നിൽക്കുന്ന അവസ്ഥകളിൽ നിന്നുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യത, തടസ്സങ്ങൾ നീങ്ങി ജീവിതം ഉയർച്ചയിലേക്ക് കടക്കുന്ന ഒരവസ്ഥ. 5 പറയുന്നത് ജനപ്രീതി, അതായത് നിങ്ങളെ ജനം അംഗീകരിക്കുന്ന, നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള അംഗീകാരം നിങ്ങളെ തേടി വരുന്നത്. 6 കാര്യവിജയം. കാര്യവിജയം എന്ന് പറയുന്നത് ഏത് കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാലും ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതിലെല്ലാം വിജയിച്ചു വരാൻ പോകുന്ന ഒരു യോഗം. 7 ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം. എന്താണ് സമാധാനവും സന്തോഷം? ഒരുപക്ഷെ മകൻകാരോട് ചോദിച്ചാൽ അവർ പറയും, ഒരുപാട് കാലമായിട്ട് മനസ്സമാധാനമൊക്കെ പോയിരിക്കുക. എന്നെ കാണാൻ വരാറുള്ള ഒരുപാട് മകൻകാർ പറയാറുണ്ട്, തിരുമേനി സമാധാനം എന്ന് പറയുന്ന ഒന്നും ജീവിതത്തിലില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക, സമാധാനവും സന്തോഷവും ഒക്കെ എന്നോ പോയി, ജീവിക്കുന്നേ ഉള്ളൂ എന്ന് പറയാറുണ്ട് വിഷമിച്ച്. ആ അവസ്ഥ മാറും. സമാധാനവും സന്തോഷവും ജീവിക്കുന്നതിനൊരു അർത്ഥമുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും മകം നക്ഷത്രക്കാരെ തേടി വരാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും മകൻകാരുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ വീട്ടിൽ മകം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം, അറിഞ്ഞിരിക്കാൻ പറയണം. വീട്ടിനടുത്ത് മഹാവിഷ്ണു ഭഗവാന്റെ അമ്പലം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, നാരായണമൂർത്തി ക്ഷേത്രം ഒക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴാൻ പറയണം. കാരണം ഈ വ്യാഴത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ. ആ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. മഹാവിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോയി തൊഴുത് പ്രാർത്ഥിക്കൂ. ജീവിതം വെച്ചടി കുതിച്ചുയരും. ജൂൺ 2 കഴിഞ്ഞോട്ടെ. 2 നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയംകാര് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ നക്ഷത്രത്തിൻ്റെ പേര് പോലെ തിരുമേനി ഞങ്ങളുടെ ജീവിതം എന്ന്. ഞാൻ ചോദിക്കും എന്താന്ന് ചോദിക്കും,
അല്ല ചതഞ്ഞു കിടക്കുക. ചതയങ്കാരിങ്ങനെ ചതഞ്ഞു കിടക്കത്തതേ ഉള്ളൂ, ജീവിതത്തിൽ ഒന്നും ആവത്തില്ല എന്ന് പറയും. എന്നാൽ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഈ വ്യാഴമാറ്റം കഴിയുമ്പം ചതയങ്കാര് ഈ പറയുന്നതൊക്കെ മാറ്റി പറയും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലും അതിനനുസരിച്ചുള്ള ഒരു അഭിവൃദ്ധി, ജീവിതം ഇങ്ങനെ ചതഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിൽ, എന്താണ് ചതഞ്ഞു കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും എങ്ങും എത്താതെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ച് പുറപ്പെട്ടു, പക്ഷെ അവിടെ ഒന്നും എത്തിച്ചേരാൻ പറ്റിയില്ല. വേറെ ഏതൊക്കെയോ വഴിക്കാണ് ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വേറെ ഏതോ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആഗ്രഹിച്ചതൊന്ന്, ജീവിക്കുന്നത് മറ്റൊന്ന് എന്നൊരവസ്ഥയാണ് ചതയങ്കാരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് മാറാൻ പോവുക കേട്ടോ. ഈ മഹാവ്യാഴമാറ്റം 12 വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യവുമായിട്ട് എത്തുന്ന ഈ മഹാവ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് തുടർന്നുള്ള കാലം ചതയങ്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ഇവരെ തേടി വരും. കഴിവ്, അതായത് തൊഴിൽ മേഖലയിൽ ഇവർക്ക് കർമ്മം കൊണ്ട് വിജയിക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഉയർച്ച, ധന നേട്ടം, ഇരട്ടി ലാഭം, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇവർ ചിരിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതത്തിലോ ഇതൊക്കെ വരാനോ? ഇതൊക്കെ വരും. ഒരു അത്ഭുതമെന്നോണം, ഒരു ഈശ്വര കൃപയെന്നോണം ജീവിതത്തിൽ നടക്കാൻ പോവുക കേട്ടോ. എഴുതി വെച്ചുകൊള്ളൂ, ചതയങ്കാർക്ക് ഈ മഹാവ്യാഴമാറ്റം ഐശ്വര്യത്തിൻ്റെതായി പിറക്കാൻ പോവുകയാണ്. വീട്ടിൽ ഇവരുണ്ടെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കാൻ പറയണം. നാരായണ മന്ത്രം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറയണം. വീട്ടിൽ തുളസിത്തറയുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുന്നിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ചതയം നക്ഷത്രം. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഈ മഹാവ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഈശ്വരനെ വിളിക്കാത്ത ദിവസങ്ങളില്ല കേട്ടോ. പൂയംകാര് ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. ജീവിതത്തിൽ മാനസികമായിട്ട് തകർന്നു പോയ പല അവസ്ഥകളിലും ദൈവത്തിനെ ഒന്നിനെ വിചാരിച്ച് മാത്രമാണ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ കാണാതിരിക്കില്ല, എല്ലാത്തിനും ഒരു പരിഹാരം നേടിത്തരുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൂയംകാരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് പറയാം കേട്ടോ. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. പൂയംകാരുടെ ജീവിതത്തിൽ ഇവരുടെ ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുക. ഈ വ്യാഴമാറ്റം പൂയംകാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ചോദിച്ചാൽ, ദുഃഖങ്ങൾ തീർന്ന് ജീവിതത്തിൽ സന്തോഷം വരുന്നു. ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെ പൂയംകാർ. അതായത് കോടികൾ നേടണോ അല്ലെ ലോകം കീഴടക്കണോ എന്നുള്ള ആഗ്രഹമൊന്നും ഉള്ളവരല്ല പൂയംകാർ. ജീവിതത്തിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കണം. ആരുടെയും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പോകണ്ട, നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് ഈശ്വര ജീവിക്കാൻ പറ്റിയാൽ മതി എന്ന് കരുതി ജീവിക്കുന്നവരാ. ഇവരുടെ ജീവിതത്തിൽ അത് നടക്കാൻ പോവുക കേട്ടോ. ആ ഈശ്വര കൃപ മൊത്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ വിജയിച്ച് വരാൻ പോവുകയാണ്. ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങൾ ഇവരെ തേടി ജഗദീശ്വരൻ നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പം പൂയമാണ് മൂന്നാം നക്ഷത്രം. പൂയംകാര് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകണം, തൊഴണം, പ്രാർത്ഥിക്കണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്, നാരായണൻ നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. വീട്ടിൽ ഭരണിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യം കേട്ടോ. കാരണം ഭരണി നക്ഷത്രത്തിന് ഈ വ്യാഴമാറ്റം വരുമ്പം ഭരണിയെ ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രഭ കിട്ടുമെന്നാണ് പറയുന്നത്. ചുറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭരണിയുടെ താമസിക്കുന്ന കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടും. നിങ്ങളുടെ വീട്ടിലെ മകനോ അച്ഛനോ അല്ലെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ഭരണിയാണ് എന്നുണ്ടെങ്കിൽ ആ വീടിന് മൊത്തത്തിൽ അതിൻ്റെ ഐശ്വര്യം കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഭാഗ്യമാണ് ഭരണി നക്ഷത്രത്തെ തേടി എത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വീട്ടിൽ ഭരണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം ഭരണിക്കാരെ മുൻനിർത്തി ചെയ്യണമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കല്ലിടിയിൽ ചടങ്ങായിക്കൊള്ളട്ടെ, അങ്ങനെ വീട്ടിലെന്തെങ്കിലും മംഗള കാര്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെ എന്തെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കാർമ്മികത്വം വഹിക്കുന്ന ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭരണിക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ ഏറ്റവും ഗംഭീരം കേട്ടോ. ഭരണിക്കാർ അതിന് കൂടുതൽ ഫലം കൊണ്ടുവരുമെന്ന ഭാഗ്യത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുക ഭരണി നക്ഷത്രം. ലോട്ടറി എടുത്താൽ പോലും ഒരുപക്ഷെ ഭാഗ്യം തുണയ്ക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഭരണിക്കാരെ തേടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഭരണിയാണ് നാലാമത്തെ നക്ഷത്രം. വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം, അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞവരാണ് ചോതിക്കാരെന്ന് പറയുന്നത്.
ചോദ്യക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന എത്രത്തോളം ശരിയാണെന്നുള്ള. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ചില അവസരങ്ങളിലൊക്കെ പലരാലും മാറ്റി നിർത്തപ്പെട്ടവരാണ്. ജീവിതത്തിൽ ഈശ്വരനെ മാത്രം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ചോദ്യ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ചോദ്യക്കാർക്ക് അത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, മാറ്റി നിർത്തലുകൾ, വിഷമങ്ങൾ, മനസ്സിനെ തകർത്ത് കളയുന്ന ചില നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്നെല്ലാം കരകയറി ഈശ്വരൻ രക്ഷിക്കും, ഈശ്വരൻ ഒരു കരയ്ക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ശരിയല്ലേ ചോദ്യക്കാർ? ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾക്കറിയാമല്ലോ, വേറെ ആർക്കും ഇത് മനസ്സിലാവണമെന്നില്ല, നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാര്യം നിങ്ങൾ കഴിവിൽ കൂടുതൽ, നിങ്ങളാൽ പറ്റുന്നതിൽ കൂടുതൽ ഉള്ളിൽ കടിച്ചമർത്തി ജീവിക്കുന്നവരാ. അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണും കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഈശ്വര ചിന്തയും ദൈവമേ എന്നുള്ള വിളിയും ആ ഭഗവാൻ കേട്ടു എന്ന് പറയാം, നാരായണൻ കേട്ടു എന്ന് പറയാം. വ്യാഴത്തിൻ്റെ ഈ വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്താൻ പോകുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിലൊക്കെ കാര്യവിജയം നേടാൻ സാധിക്കും. ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോകാൻ പോകുന്ന നക്ഷത്രമായി ഈ നക്ഷത്രം മാറുകയും ചെയ്യുന്നതാണ്. വീട്ടിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്, തീർച്ചയായിട്ടും വീഡിയോ കാണാൻ പറയണം, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വരാൻ പോകുന്ന കാലമാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി പിറക്കാൻ പോകുന്നത്. എന്താണ് വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത്? ജീവിതത്തിൽ ഒത്തിരി കാലമായിട്ട് സ്വപ്നം കാണുന്ന, വല്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവമേ ഇതൊന്ന് ഫലവത്തായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് രേവതി നക്ഷത്രക്കാർക്ക്. രേവതി നക്ഷത്രക്കാർക്ക് ജീവിക്കുന്നത് സ്വപ്നമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ, ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവ പരമ്പരകളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലം കൂടിയാണ് ഈ വ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി ഉണ്ടാകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന രേവതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് മൊത്തം ആ ഭാഗ്യാനുഭവത്തിൻ്റെ കൃപയുണ്ടാകും. നിങ്ങളുടെ വീടിനെ മൊത്തത്തിൽ സന്തോഷത്തിൽ കൊണ്ടുവരുന്ന രീതിയിൽ അത്തരം ചില അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അതെല്ലാം ഈ രേവതി നക്ഷത്രക്കാരുടെ ചൈതന്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദംകാരനോ ഒരു പുണർദംകാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് പറയണം വിഷമിക്കരുത് എന്ന് പറയണം. എന്തുകൊണ്ടാണ് വിഷമിക്കരുത് എന്ന് പറയണമെന്ന് പറഞ്ഞത്? ഇപ്പം അവർ മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. നമ്മൾ പറയത്തില്ലേ വല്ലാതെ ഡൗൺ ആയിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെയാണ് പുണർദംകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പുണർദംകാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് പോയി സംസാരിക്കണം കേട്ടോ. എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ കാര്യങ്ങൾ, അപ്പോൾ അവർ 100 കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അവരുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ആ പുണർദംകാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടും കഴിഞ്ഞൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ, പല രീതിയിലുള്ള നഷ്ടങ്ങളും പല മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ട് വല്ലാതെ ജീവിതത്തിനൊരു മന്ദത ബാധിച്ച ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ, വലിയ ചില സന്തോഷങ്ങൾ ഈശ്വരനായിട്ട് കൊണ്ടുതരാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ പുണർദംകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ, ചില സന്തോഷാനുഭവങ്ങൾ, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, പുതിയ തൊഴിൽ സാധ്യതകൾ, ചില മംഗളകാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് മെച്ചം നേടി ജീവിതത്തിനൊരു അടിത്തറ ഉണ്ടാകുന്ന ഒരു കാലം ഇതെല്ലാം പിറക്കാൻ പോകും. എല്ലാത്തിലും ഉപരി കാര്യവിജയം ഇവരെ തേടി വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും മംഗളമാവുകയാണ് പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. വീട്ടിൽ പുണർദംകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് വെച്ച് നാരായണനെ പ്രാർത്ഥിക്കാൻ പറയണം, മഹാവിഷ്ണു ഭഗവാനെ തൊഴാൻ പറയണം. അത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും കൊണ്ടുതരുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴംകാരുടെ ജീവിതം ഒരു പോരാട്ടമാണ്. ഒരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു 5 വർഷം എടുത്ത് നോക്കൂ നിങ്ങൾ. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇവരുടെ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിക്കൊള്ളൂ. ജീവിതത്തിൽ എല്ലാ അറ്റവും കണ്ടവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് അനിഴംകാർ. ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ചിലപ്പം കണ്ടു കാണും, ചിലപ്പം ജീവിതത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളും ദുഃഖങ്ങളും കണ്ടവരായിരിക്കും ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് അനിഴംകാർ.
അത്തരത്തിൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങളിലൂടെ, വലിയ സങ്കടങ്ങളിലൂടെ, വലിയ ചില ജീവിതത്തിലെ ദുഃഖവാർത്തകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നവരാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അനിഴം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. മിക്കപ്പോഴും ജീവിതത്തിൽ മനസ്സമാധാനമില്ലാതിരുന്ന കാലം ഇവരുടെ ജീവിതത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്തിട്ടും ഈശ്വര ഒരു സമാധാനം ജീവിതത്തിനില്ലല്ലോ, മനസ്സമാധാനം എന്നൊന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലല്ലോ, എന്നും ദുഃഖവും ദുരിതവുമാണല്ലോ മിച്ചം എന്നൊക്കെയുള്ള ഒരു അവസ്ഥ ഈ അനിഴംകാരുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. അത് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് അനിഴംകാർക്ക് പറയാൻ കാണും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അനിഴംകാരനോ അനിഴംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരോട് പറയണം, ധൈര്യമായിരിക്കൂ, ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഈ മഹാവ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി വ്യാഴഗ്രഹത്തിൻ്റെ കൃപയാൽ, ഭഗവാൻ നാരായണൻ്റെ കൃപയാൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാ ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും. സർവ്വ ഐശ്വര്യം ഇവരെ തേടിയെത്തും. വിജയങ്ങളുടെ ദിവസങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ധൈര്യമായി മുന്നോട്ട് പോകൂ, വിഷമിക്കരുത്, ധൈര്യമായിരിക്കൂ, എല്ലാം മംഗളമാകുന്നതാണ്. അടുത്ത നക്ഷത്രം, 9ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ള കാലമാണ് കേട്ടോ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും വിഷമങ്ങൾ, ചിന്തകൾ, മാനസികമായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള സംഘർഷങ്ങൾ, പല രീതിയിലുള്ള പ്രാക്ക് വിളി പോലെയുള്ള കാര്യങ്ങൾ, വിളിച്ചപേക്ഷ, പ്രാക്ക് ദോഷം, എരിച്ചിൽ, കണ്ണീർ എന്നിങ്ങനെ എല്ലാ നൂലാമാലകളും അടങ്ങിയ ഒരു ജീവിതമാണ് വിശാഖംകാരുടെ നിലവിൽ. ജീവിതത്തിൽ ഒരേ ഒരു കൂട്ട് മാത്രമേ ഉള്ളൂ, അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കൂട്ട്. ആ ഈശ്വരനെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഈശ്വരനല്ലാതെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ആശ്വാസം ഇവർക്ക് വേറെ ഇല്ല. ഈശ്വരനെ വിളിക്കാത്തതായിട്ട് ഒരു ദിവസം പോലും ഇവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. ആ ഈശ്വരനോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഈശ്വരനോടുള്ള ഭക്തിയാണ് ഇവരെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ പോവുക കേട്ടോ. ദീർഘനാളായിട്ടുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഈ വ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ, വിശാഖംകാരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില ആഗ്രഹ സാഫല്യങ്ങൾ, സ്വപ്ന സാഫല്യങ്ങൾ, ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾ, ചിലപ്പോൾ ഒരുപാട് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്തിട്ടും നടക്കാതിരിക്കുന്ന, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുക. വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിഷമിച്ച് അല്ലെങ്കിൽ എല്ലാം വിട്ടുകളഞ്ഞൊന്നും ഇരിക്കരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഈ ജൂൺ 2 വ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ചതിലും വലുത് നിങ്ങൾക്ക് ഭഗവാൻ നേടിത്തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അധ്വാനം അതൊരിക്കലും പാഴ്വാക്കായി പോവില്ല, അല്ലെങ്കിൽ പാഴ്വേലയായി പോവില്ല. നിങ്ങൾ ആ ചെയ്യുന്നതിന് ഗുണവുമായി ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും എന്നുള്ളതാണ്. വീട്ടിൽ ഇവരുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് ഇവരോട്, സർവ്വ ഐശ്വര്യം വരാൻ പോവുകയാണ്, ധൈര്യമായിരിക്കൂ, എൻ്റെ നാവ് പൊന്നാകും, സത്യമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 9 നാളുകാരാണ് ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും നേട്ടം കൊയ്യുന്ന 9 നക്ഷത്രക്കാർ. ഈ നാളുകാരൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു നാളുകാർക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.